ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇടിഞ്ചക്കത്തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. വിഷു സീരീസിൽ നമുക്ക് ആദ്യം തന്നെ ഇടിഞ്ചക്കത്തോരൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് നമുക്ക് ഇടിഞ്ചക്ക വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസിലുള്ള ചക്കയാണ് ഇടിഞ്ചക്കയ്ക്കായിട്ട് എടുക്കാറുള്ളത്. അപ്പം നമുക്കൊരു ചെറിയ സൈസ് ചക്ക ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ചക്ക വേണം എടുക്കാനായിട്ട്. ഓവറായിട്ട് വലുതായിട്ടുള്ള ചക്ക, ഇതിലും കുറച്ചുകൂടെ വലുപ്പമുള്ള ചക്ക എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ശരിയാകാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള ചക്ക വേണം എടുക്കാൻ. അധികം വിളയാത്ത ചക്കയാണ്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച ശേഷം ഒരു 10 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവറായിട്ട് കുക്ക് ചെയ്ത് കളയരുത്. ഒരു പാകത്തിനുള്ള കുക്കേ ആകാവൂ. കാരണം ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ തോരൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ ഒരു പരുവത്തിൽ വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട്. ഇത് നല്ലൊരു പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം വറ്റിച്ച് എടുക്കണം. വെള്ളം ഊറ്റിക്കളയരുത്. വെള്ളം ഇതുപോലെ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഇത് നമ്മുടെ ചക്ക ഞാനിപ്പോൾ ഒരു ഇടുകല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണേൽ മിക്സഡ് ജാറിലിട്ടും ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഇടുകല്ലിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. മിക്സഡ് ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം സൈസ് ജാറിനകത്ത് കുറച്ചിട്ടിട്ട് 2-3 പൾസ് ചെയ്ത് എടുക്കണം. സ്പീഡിലിട്ടിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്നിന് പകരം നമ്മൾ ചോറ് വെക്കുന്ന കുറച്ച് അരി ചേർത്താലും മതിയാകും. എന്നാലും ടേസ്റ്റ് കൂടുതൽ ഉഴുന്നിന് തന്നെയാണ്. ഇത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കണം. വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങയും കൂടെ മിക്സഡ് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുക്കാവൂ, ഓവറായിട്ട് അരഞ്ഞു പോകരുത്. ചതച്ചെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നോക്കിയ ശേഷം ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ നമുക്ക് തട്ടി പൊത്തി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് അരപ്പ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റാണ് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ അരപ്പ് കുക്ക് ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇടിഞ്ചക്കത്തോരൻ്റെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും ഇപ്പം നല്ല ചക്കയുടെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇടിഞ്ചക്ക ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.